അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടന്റെ 500 രൂപ മിസ്സായി. അത് എൻ്റെ ഇളയ അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു സത്യം വരാതാന്ന് പറഞ്ഞു. ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. വളരെ നിസ്സഹായനായ ഒരു അച്ഛൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ കുടുംബം വളരെ പാവപ്പെട്ട ഒരു അവസ്ഥയിലാണ്. മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള കുടുംബമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുല്ലൂരിലെ ഈ സ്ഥാപനത്തിലേക്ക് 2 കുഞ്ഞുങ്ങളെ 2 വർഷം മുമ്പ് എത്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയാണ് ആ കുടുംബം എത്തിച്ചത്. പക്ഷേ അവിടെ വെച്ചാണ് 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വന്നത്. അതായത് അവിടുത്തെ പാചകക്കാരനായിട്ടുള്ള ലൈജുവിൻ്റെ കൈവശമുണ്ടായിരുന്ന 500 രൂപ ഈ കുഞ്ഞ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ പീഡനം നടത്തിയത്. ശരീരമാസകലം മർദ്ദിച്ചു. ഒപ്പം തന്നെ കാലിൽ കയറ് കെട്ടി ഫാനിന്റെ ഹുക്കിൽ തൂക്കി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും കുഞ്ഞ് കുടുംബത്തോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുകയും 2 പേർ ഈ കേസ് ഈ സ്ഥാപനത്തിലെ പാചകക്കാരനായിട്ടുള്ള ലൈജു അതുപോലെ തന്നെ മാനേജർ ടോം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിലേക്ക് ഈ കുട്ടിയെ എത്തിച്ചു. ആ സമയത്ത് കുഞ്ഞ് വളരെ മൗനമായിട്ടിരിക്കുകയായിരുന്നു. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായ പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത്. അതിനുശേഷം കുട്ടിയെ നേരെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പരിശോധന നടത്തി. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടി പറയുന്ന പരാതികൾ വാസ്തവമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കുടുംബാംഗങ്ങൾ എത്തുന്നു. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അതേസമയം ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന നിലപാടാണ് അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയൊന്നുമില്ല. ഇങ്ങനെ ഇവൻ വിരട്ടി അവിടെ നിൽക്കുന്ന പിള്ളേരെല്ലാം ഉണ്ട്. 12കാരനോട് ഇത്തരത്തിൽ ക്രൂരത കാട്ടിയ വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. അതിന്മേലുള്ള നടപടികളാണ് പുല്ലൂർ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ട് ഇനി ഇവരെ ചോദ്യം ചെയ്യും. അപ്പം തന്നെ കുഞ്ഞിന്റെ മൊഴി ചൈൽഡ് ലൈനിന്റെ സഹായത്തോടു കൂടി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.